നമ്മൾ മണ്ണ് ഉപയോഗിക്കുന്നില്ല. മണ്ണില്ല. ഇതാണ് ഇതിൽ ഉപയോഗിക്കുന്ന ഒരു മീഡിയം, ക്ലേ ബോൾ എന്ന് പറയും. ക്ലേ ബോൾ. ഇതൊരു ഉയർന്ന ഡിഗ്രി സെൽഷ്യസിൽ ക്ലേ ഉരുക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ബോളാണ് ക്ലേ ബോൾ. വെള്ളം വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് വിക്ക് കോഡ് എന്ന് പറയും. ഈ വിക്ക് കോഡ് വഴി കാപ്പിലറി ആക്ഷൻ വഴി നമ്മൾ ചെറിയ ക്ലാസ്സുകൾക്കൊക്കെ പഠിച്ചിട്ടുണ്ടാവല്ലോ, കാപ്പിലറി ആക്ഷൻ വഴി ഈ വെള്ളം അബ്സോർബ് ചെയ്യുന്നു. ഈ വെള്ളം ഈ ഒരു ക്ലേ ബോളിൽ അബ്സോർബ് ചെയ്ത് വെക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കേട്ടോ. നമ്മളുടെ വീട്ടിലും ഓഫീസിലും ഒക്കെ സാധാരണ നമ്മൾ ഭംഗിക്ക് വേണ്ടി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചെടികൾ വെക്കാറുണ്ട്. ഇനി അതിൻ്റെ ആവശ്യമില്ല, പക്ക നാച്ചുറൽ ആയിട്ടുള്ള ചെടി നമുക്ക് വെക്കാവുന്നതാണ്. ഇത് ആക്ച്വലി ഈ ഒരു കമ്പനിയുടെ പേര് ഇന്റർ ഫ്രഷ് എന്നുള്ളതാണ്. കാലിക്കറ്റ് ബേസ്ഡാണ് ഈ ഒരു കമ്പനി. ഇതേ മുഫീദ അതിൻ്റെ ഒരു സംരംഭമാണ്. ഹലോ മുഫീദ, ഹായ്. ഇതെന്താണ് പ്രോഡക്റ്റ്? എന്താണ് ആക്ച്വലി ഇത്? ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണല്ലോ നമ്മൾ എല്ലായിടത്തും നമ്മൾ ഒരു ഡെക്കോർ ഐറ്റം ആയിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് നമ്മൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ അത് എല്ലാവർക്കും നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ്സ് വെക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ അതിന്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് അവർ പറയുന്നത് എന്താന്ന് വെച്ചാല് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. പിന്നീട് പറയുന്നത് നമ്മളൊരു പ്ലാന്റ് വാങ്ങി കഴിഞ്ഞാൽ അതിന്റെ മെയിൻ്റെനൻസിൽ പല വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ അത് കാരണം അതിന്റെ ഒരു ഭംഗി നഷ്ടപ്പെടും. അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ അതിൽ വെള്ളം ഫില്ല് ചെയ്യുന്ന നമ്മളത് റീഫിൽ ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അതിന്റെ ന്യൂട്രീഷൻസ് എങ്ങനെ കൊടുക്കണം എന്നുള്ള ഒരു അറിവില്ലായ്മ, ഇതെല്ലാം കാരണമാണ് എല്ലാരും ഇത് വേണ്ടാന്ന് വെക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ വരുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ സോയിൽലെസ് ഫാമിംഗ് ആണ്. നമ്മൾ മണ്ണ് ഉപയോഗിക്കുന്നില്ല. മണ്ണില്ല. ഇതാണ് ഇതിൽ ഉപയോഗിക്കുന്ന ഒരു മീഡിയം, ക്ലേ ബോൾ എന്ന് പറയും. ക്ലേ ബോൾ. ഇതൊരു ഉയർന്ന ഡിഗ്രി സെൽഷ്യസിൽ ക്ലേ ഉരുക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ബോളാണ് ക്ലേ ബോൾ. വെള്ളം വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഇത് വിക്ക് കോഡ് എന്ന് പറയും. ഈ വിക്ക് കോഡ് വഴി കാപ്പിലറി ആക്ഷൻ വഴി നമ്മൾ ചെറിയ ക്ലാസ്സുകൾക്കൊക്കെ പഠിച്ചിട്ടുണ്ടാവല്ലോ, കാപ്പിലറി ആക്ഷൻ വഴി ഈ വെള്ളം അബ്സോർബ് ചെയ്യുന്നു. ഈ വെള്ളം ഈ ഒരു ക്ലേ ബോളിൽ അബ്സോർബ് ചെയ്ത് വെക്കുന്നു. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഇൻഡോർ പ്ലാന്റ്സിൽ നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൽ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് പല പ്ലാന്റ്സിനും അതിന്റെ റിക്വയർമെന്റ്സ് വ്യത്യാസമാണ്, വാട്ടർ റിക്വയർമെന്റ്സ് വ്യത്യാസമാണ്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് പോത്തോസ് ടൈപ്പിൽ വരുന്ന പ്ലാന്റ്സ് ആണ്. അതുപോലെ ഇത് സാൻസ്വേറിയ ടൈപ്പ്, ഇത് എഗ്ലോണിമ. ഇതിൽ വരുന്ന സമയത്ത് ഈ ഒരു സാൻസ്വേറിയ ടൈപ്പില് നമുക്ക് വാട്ടർ റിക്വയർമെന്റ്സ് ഭയങ്കര കുറവാണ്. ഭയങ്കര കുറവാണ്. കുറവാണ് വേണ്ടത്. അങ്ങനെയല്ല, ഇതിന് വെള്ളം കുറവാണ് ആവശ്യമുള്ളൂ. അപ്പോ ഇതിന് അത് ഡിഫറെന്റ് ആണ്, അതുപോലെ ഇതിന് ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഈ ഒരു പ്ലാന്റിന് വേണ്ട വെള്ളം മാത്രമേ അവ അബ്സോർബ് ചെയ്ത് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം 2 ദിവസം ഇടവിട്ട് ഒഴിക്കേണ്ട പ്ലാന്റ്സ് ഉണ്ടാവും. അതുപോലെ ഒന്നരാടൻ ഒഴിക്കേണ്ട പ്ലാന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ഒഴിക്കേണ്ട പ്ലാന്റ്സ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പോ ഒരു 2-3 പ്ലാന്റ് ഒരു വീട്ടിൽ വെക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കൺഫ്യൂഷൻ വരും വെള്ളം ഒഴിക്കുന്ന സമയത്ത്. അപ്പൊ നമ്മളൊരു എളുപ്പത്തിന് എല്ലാ ദിവസവും ഒരുപോലെ എല്ലാത്തിനെയും കൊടുക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഇത് പ്ലാന്റിനെ, അതിന്റെ ഒരു ഭംഗിനെ തന്നെ അത് ബാധിക്കും. ഭംഗിയെ മാത്രമല്ല അതിന്റെ ഒരു ആരോഗ്യമൊക്കെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഒരു പ്ലാന്റിന് എന്താണോ വേണ്ടത് അത് മാത്രമേ ഇത് അബ്സോർബ് ചെയ്തെടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിങ്ങനെ. അപ്പൊ നമുക്ക് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ട്രേ ആയതുകൊണ്ട് ഇത് റീഫിൽ ചെയ്യേണ്ട സമയത്ത് നമുക്ക് മനസ്സിലാവും എങ്ങനെ ചെയ്യണം. ഇത് റീഫിൽ ചെയ്യേണ്ട ടൈം ആവുമ്പോൾ, റീഫിൽ ചെയ്യുന്ന സമയമാകുമ്പോ നമുക്ക് മനസ്സിലാവും. ഇതൊരു ഇസ്രായേൽ ടെക്നോളജിയാണ്, വിക്ക് കോഡ് എന്ന് പറയും. അതെ, ഈ ഒരു കോഡ് വഴിയാണ് കാപ്പിലറി ആക്ഷൻ വഴി ഈ ഒരു ക്ലേ ബോളിലേക്ക് വെള്ളം അബ്സോർബ് ചെയ്യപ്പെടുന്നത്. 3 ടൈപ്പിലാണ് വരുന്നത്. ഇതൊരു പാറ്റേൺ ആണ്. ഇത് പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതിലെല്ലാം വെള്ളം ഉണ്ടല്ലേ? എല്ലാം വെള്ളമുണ്ട്. ടോപ്പ് ഒന്ന് കാണിക്കാനായിട്ട്. വെള്ളം തീരുന്നതനുസരിച്ച് ചെയ്ത. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം പറയാം, എന്റെ വീട്ടിൽ കഴിഞ്ഞൊരു 6-7 മാസമായിട്ട് ഇതിന്റെ ഒരു ചെറിയൊരു പാറ്റേൺ ഇരിപ്പുണ്ട്. ഞങ്ങൾ അങ്ങനെ സാധാരണ വെള്ളം തീരുന്നതനുസരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു പക്ഷേ
ഇതിന്റെ അവൈലബിലിറ്റി വലിയൊരു ആവശ്യകത ഉണ്ടാവും അല്ലെ? പക്ഷേ കൊറിയർ എങ്ങനെ നമ്മൾ സാധാരണ ചെയ്ത് കൊടുക്കുന്നത്? നമുക്ക് ഓൾ കേരള ഷിപ്പിംഗ് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഇപ്പോ നമ്മളെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തില് മുഴുവനായിട്ടും നമ്മൾ ഇതിന്റെ ഒരു ഔട്ട്ലെറ്റ് വരിക എന്നുള്ളതാണ്. ഇപ്പം 20ഓളം ഔട്ട്ലെറ്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കേരളത്തിൽ. അതെ, ഞങ്ങൾക്കാണ് ഇതിന്റെ നേരിട്ട് എൻക്വയറി വരുന്നത്. അപ്പൊ ഞങ്ങള് ആ ഒരു ഏരിയയിൽ നമ്മളിപ്പോ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ വരുന്ന ഓർഡേഴ്സ് എല്ലാം അവർക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇത് നമ്മൾ കൊറിയർ ചെയ്യുന്ന ഈ ഒരു പാറ്റേണിലാണ്. അതെ അതെ, ഈ ഒരു പാറ്റേണിലാണ്. ഇത് ഈ ഒരു ബോക്സ് ചെയ്യാൻ കാരണം നമുക്ക് ഡാമേജ് ഇല്ലാതെ പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ് പർപ്പസിലാണ്. അതെ, അത് മാത്രമല്ല നമ്മൾ ഇതിന്റെ കൂടെ ഇപ്പൊ നമ്മള് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു 1 ഇയറിലേക്കുള്ള ന്യൂട്രീഷൻസ് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിന് വേണ്ട മൈക്രോ ന്യൂട്രിയൻസ് ഇതിന്റെ ഒപ്പം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ക്ലോത്ത് ആണത്. ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. കസ്റ്റമർക്ക് ആക്ച്വലി കൊറിയർ ആയിട്ട് വരുന്നത് ഈ ഒരു രീതിയിലാണ് കസ്റ്റമർക്ക് കിട്ടുന്നത്. ഈ രൂപത്തിലാണ് കസ്റ്റമർ. കേരളത്തിൽ നമുക്കൊരു 3 ദിവസം കൊണ്ട് കേരളയിൽ നമുക്കത് എത്തിക്കാൻ പറ്റുന്നുണ്ട്. കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് ഒക്കെ നമുക്ക് പോസിബിൾ ആണല്ലേ? ഇപ്പൊ ഒരു ബ്രാൻഡിന് വേണ്ടി ചെയ്തതാണ്. അതെ അതെ, നമ്മൾ ബ്രാൻഡിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മളൊരു ഇവന്റ് നടക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഒരു റിട്ടേൺ ഗിഫ്റ്റ് പോലെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് പലപ്പോഴും ആ ഗസ്റ്റ് അത് എവിടെയെങ്കിലും ഒക്കെ വെക്കുക ചെയ്യുന്നത്, പിന്നീട് അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റേ അല്ല. പക്ഷെ നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കണമെങ്കിൽ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടി നമ്മൾ ചെയ്തതാണ്, ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതെ, ജീവനുള്ള ഒരു ഗിഫ്റ്റ് ലൈവ് ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ മനസ്സിലാക്കണതേ, ഒരുപാട് ഹോം ഡെക്കോർ അതുപോലെ തന്നെ ഷോപ്പുകൾ ഒരുപാടുണ്ട്. അവർക്കെല്ലാം ഈ ഒരു പ്രോഡക്ട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാല് ഒരു അട്രാക്ഷൻ ആണല്ലോ. കസ്റ്റമർ ബൈ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഭയങ്കര കൂടുതലാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചതിന് ശേഷം ഇപ്പൊ ഒരു 10-12 ദിവസം കഴിയുമ്പോൾ ഇത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ റീപ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. എങ്ങനെ ഇത് ആക്ച്വലി ചെയ്യുന്നത്? നമ്മൾ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ആകെ അവരോട് പറയുന്ന ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ഒരു ഓപ്പണിംഗ് വീഡിയോ ഞങ്ങൾക്ക് സെൻഡ് ചെയ്യണം. ആദ്യം തന്നെ സെൻഡ് ചെയ്യണം. അതിനുശേഷം ഒരു 90 ദിവസത്തിന്റെ ഇടയ്ക്ക് എന്തൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിലും അതൊരു 2 ആഴ്ചന്റെ ഉള്ളിലായിട്ട്, ആ കംപ്ലൈന്റ് വന്ന ഒരു 2 ആഴ്ചന്റെ ഉള്ളിലായിട്ട് ഞങ്ങളടുത്ത് അത് ഷെയർ ചെയ്യണം. അതിന്റെ വീഡിയോസ് ആയിട്ടോ ഫോട്ടോസ് ആയിട്ടോ ഞങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. 90 ഡേയ്സിൽ റീപ്ലേസ് ചെയ്യും. 90 ഡേയ്സിൽ നമ്മൾ റീപ്ലേസ് ചെയ്യും. നോർമലി ഇതിന് ഇപ്പൊ സപ്പോസ് ഇപ്പൊ വീടിനകത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണല്ലോ, നമുക്ക് വല്ലപ്പോഴൊക്കെ വെയിലത്ത് വെക്കേണ്ട കാര്യമുണ്ടോ? ആക്ച്വലി അത് ഇൻഡോർ പ്ലാന്റ്സ് ഇത് എന്നല്ല, നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം തന്നെ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ എവിടെയാണോ ഇത് വെച്ചിട്ടുള്ളത് അതിനനുസരിച്ചിരിക്കും. ചില പ്ലാന്റ്സ് നമ്മൾ വെക്കുന്നത് ഓൾറെഡി ഡെയിലി ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അതല്ലാതെ നമ്മൾ സൺലൈറ്റ് കിട്ടാത്ത ഒരു ഉള്ളിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ എന്തായാലും ഒരു 2 ആഴ്ച കൂടുമ്പോൾ നമ്മളൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തായാലും മുഫീദ എന്റെ ഓഫീസിൽ രണ്ടെണ്ണം വെക്കാം. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ തന്നെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാമല്ലോ. നിങ്ങളുടെ ഓഫീസിൽ വെച്ച ട്രീ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പ്ലാന്റ് എങ്ങനെയാണെന്ന് എനിക്ക് അയച്ചു കൊടുക്കാമല്ലോ. അപ്പൊ ഇത് എന്തായാലും ഒരു വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഞാനിതിൽ കാണുന്നുണ്ട്. കാര്യം ഇപ്പൊ ഷോപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പൊ സൂപ്പർ മാർക്കറ്റുകളോ അല്ലെങ്കിൽ വേണ്ട ഏത് ഷോപ്പുകളിലും ഒരു സ്ഥലം സ്പേസ് ഇതിന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു എക്സ്ട്രാ ഒരു ഇൻകം ആയിട്ട് മാറുകയും ചെയ്യും അല്ലെ? പ്രൈസ് എങ്ങനെ മുഫീദ്? ആക്ച്വലി പ്രൈസ് എങ്ങനെ? നമ്മളൊരു 3 മോഡൽസ് ആണ് നമ്മളിപ്പം ചെയ്യുന്നത്. ഇതൊരു മോഡലാണ് സ്ക്വയർ പോട്ട് എന്ന് പറയും. അതുപോലെ ഡെക്കോറിംഗ് പോട്ട്, അത് കേവ് പോട്ട്. നമുക്ക് അപ്പൊ ഇതില് നമുക്ക് കേവ് പോട്ടിൽ വരുന്നത് 399 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 399. സ്ക്വയർ പോട്ടിലേക്ക് വരുമ്പോൾ 599. ഡെക്കോറിംഗ് പോട്ട് വരുമ്പോൾ 799. ഇനി കൊറിയർ ആണ്. കൊറിയർ ഇങ്ങനെ വരുന്നതിനാണ് എന്താ പ്രൈസ് വരുന്നത്? കൊറിയർ ഇങ്ങനെ വരുന്നതിന് നമ്മൾ ഓൾ കേരള ഷിപ്പിംഗ് ഫ്രീ ആണ്. ഇതിൽ ഏതാണോ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഏതാണോ അതിനനുസരിച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഓൾ കേരള ഷിപ്പിംഗ് ഫ്രീ. എന്തായാലും വീടൊക്കെ വെക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇങ്ങനത്തെ പ്ലാന്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2-3 മേടിച്ചു വെച്ചോ. എന്തായാലും ഓക്സിജൻ കിട്ടുമല്ലോ. അതെ അതെ. പിന്നെ നമ്മൾ എടുക്കുന്ന പ്ലാന്റ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ നാസ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു 10ഓളം പ്ലാന്റ്സ് ഉണ്ട് എയർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു പ്ലാന്റ് ആണ് ഈ സാൻസവേരിയ ലോട്ടസ് എന്ന് പറയുന്നത്. നമുക്ക് ബെഡ്റൂമിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ട് പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ സാൻസവേരിയ.
ലോട്ടസ്. ഓക്കെ അതായത് നമുക്കറിയാം ഇപ്പം പുറത്തുള്ള ഒരു എയർ പൊല്യൂട്ടഡ് ആണ് നമുക്കറിയാം. ആ. അതിനേക്കാളും എത്രയോ 10 മടങ്ങ് നമുക്ക് പൊല്യൂട്ടഡ് ആണ് നമ്മളെ ഉള്ളിലുള്ള എയർ. ആ. അപ്പോൾ നമ്മൾ അത് പക്ഷെ അത്രയും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. അപ്പൊ നമ്മളൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഇപ്പൊ ഒരു ഡോക്ടേഴ്സിന്റെ ഒരു റൂം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്പേസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പൊല്യൂഷൻ എന്തായാലും നടക്കുന്നുണ്ട്. അപ്പൊ അതിനൊന്ന് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡിയാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ പ്ലാന്റ്സ്. ഇത് നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഇതിന്റെ എയർ പ്യൂരിഫിക്കേഷൻ നടക്കുന്നു, അതുപോലെ തന്നെ നമുക്കൊരു ഹോം ഡെക്കോറും കൂടെയാണ്. പിന്നെ മെയിൻറ്റെയിൻ ഫ്രീ ആണ്. അതെ, ചെറിയ കുട്ടികൾക്ക് പോലും ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. ഞങ്ങളിത് വീട്ടിൽ ഫാമിലി ആയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ്. കുട്ടികൾ പോലും ഇത് സെറ്റ് ചെയ്യാൻ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടിലെ ഒരുപാട് സംരംഭങ്ങൾ, ഇത് ഒരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ഇപ്പൊ നിങ്ങളുടെ ഓഫീസിലൊക്കെ ഇങ്ങനത്തെ ഒരു പ്ലാന്റ് വാങ്ങിച്ചു വെച്ചോ, എന്തായാലും ഒരു പോസിറ്റിവിറ്റി വട്ടെ. താങ്ക് യു മുഫീദ, കാണാം. താങ്ക് യു.